കാസർഗോഡ് ഫ്ലീയുടെ മൂന്നാമത്തെയും അവസാനത്തെയും ദിവസമാണ് ഇന്നാണ് ഹനാൻ ഷാ വരുന്നത്. അതുകൊണ്ട് തന്നെ നല്ല തിരക്കായിരിക്കും എന്നാണ് അധികൃതർ അറിയിച്ചിട്ടുള്ളത്. നേരത്തെ ഒരു വീഡിയോ ചെയ്തിരുന്നു ബിഹൈൻഡ് ദ സീൻ BTS ആയിട്ട് ഒരു ദിവസം മുമ്പ്. കാസർഗോഡ് ഫ്ലീയിലെ അണിയറ പ്രവർത്തകരും അതോടൊപ്പം ചില പ്രത്യേക കാര്യങ്ങളെ നിങ്ങൾക്ക് അറിയിച്ചു തന്ന ഷദബ് സിയലിൻ്റെ വളരെ മനോഹരമായ ഒരു വ്ലോഗ്. സോ അതിൻ്റെ ഒരു കണ്ടിന്യൂഷനാണ് മൂന്നാമത്തെ ദിവസം കാസർഗോഡ് ഫ്ലീയുടെ ഈ ഒരു ലൊക്കേഷനിൽ നിന്ന് നിങ്ങൾ കാണാൻ പോകുന്നത്. ഇതാണ് ഇവരുടെ കൗണ്ടർ. കാർട്ടൂണിഷ് ആയിട്ടുള്ള വളരെ കളർഫുൾ ആയിട്ടുള്ള ഫ്ലെക്സ് ആണ് കൗണ്ടർ ടിക്കറ്റ് അറേഞ്ച് ചെയ്തിട്ടുള്ളത്. അതിലേക്കുള്ള ഒരു സൗകര്യം അവർ ഡെവലപ്പ് ചെയ്തിട്ടുള്ളത്. ഓക്കെ, സോ ഇതിൻ്റെ കവാടം എന്നുള്ളത് വളരെ വ്യക്തമായ ഒരു ക്യാൻവാസ് രീതിയിലാണ് അവരുടെ എൻട്രൻസ് അവർ ബിൽഡ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ വൺ ഓഫ് ദ ഫൗണ്ടറാണ്. 3 മണിക്കാണ് ടിക്കറ്റ് കൗണ്ടർ സ്റ്റാർട്ട് ചെയ്യുന്നത്. അതാണ് പാർക്ക് ചെയ്യാനുള്ള ഏരിയ ഫോർ കാസർഗോഡ് ഫ്ലീ. ഇതാണ് അതിൻ്റെ ഒരു എൻട്രൻസ് എന്നുള്ളത്. ഹൈലൈറ്റ് ആയ നമ്മുടെ ഹനാൻ ഷയുടെ ബിഗ് ഫ്ലെക്സോട് കൂടിയാണ് ഇവരുടെ പോസ്റ്റർ എന്നുള്ളത്. ശരിക്കും പറഞ്ഞാൽ കാസർഗോഡ് ഫ്ലീയിൽ കൂടിയാണ് ഹനാൻ ഷയെ ഞാൻ പരിചയപ്പെടുന്നത്. അദ്ദേഹത്തിൻ്റെ പാട്ടുകളും കാര്യങ്ങളൊക്കെ അറിയാനുള്ള ചെറിയൊരു ശ്രമം നടത്തിയത്. മനസ്സിലാക്കിയെടുത്തോളം വളരെ ഇൻട്രസ്റ്റിംഗ് ആയ ഒരു ക്യാരക്ടറാണ്. അദ്ദേഹത്തിൻ്റെ പാട്ടുകളും കാര്യങ്ങളൊക്കെ യൂട്യൂബിൽ കണ്ടു, പല കൺസേർട്ട്സും കണ്ടു. ഈയിടെ ദമാമിൽ നടന്ന ഒരു പരിപാടി, അതുമായി ബന്ധപ്പെട്ട ചില വിവാദങ്ങളൊക്കെ അറിയാനുള്ള ചെറിയൊരു ശ്രമവും നടത്തി. ബിറ്റ് ഡിഫറെൻ്റ് ആണ് അദ്ദേഹം. വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു ക്യാരക്ടറാണ്. അതുകൊണ്ട് തന്നെ ആയിരിക്കാം അദ്ദേഹത്തിന് വളരെ സ്ട്രോങ് ആയിട്ടുള്ള ഒരു ഫാൻ ബേസ് കൂടിയുണ്ട്. 3 ടിക്കറ്റ്. അതെ, ഓക്കെ, താങ്ക് യു. ഹനാൻ ഷയുടെ ഫാൻ ബേസ് എന്നുള്ളത് വളരെ സ്ട്രോങ് ആണ്. ആദ്യം പറഞ്ഞപ്പോൾ വിശ്വാസമായില്ല, പക്ഷേ കണ്ടപ്പോൾ ഏകദേശം തീരുമാനമായി. പ്രോഗ്രാം ടൈം അടുക്കുംതോറും ജനങ്ങളുടെ അളവും എണ്ണവും കൂടിക്കൂടി വരുന്നതായിട്ടാണ് കാണപ്പെട്ടത്. ഓൾമോസ്റ്റ് കൈവിട്ട കേസായിരുന്നു. അകത്ത് കടക്കാൻ പറ്റും എന്ന് ഒരിക്കലും പ്രതീക്ഷിച്ചില്ല, വിശ്വസിച്ചുമില്ല. കാസർഗോഡ് ഫ്ലീ പാവിലിയൻ്റെ പുറത്തുണ്ടായിരുന്ന ആ തിക്കും തിരക്കുമല്ല അകത്ത്. എൻറ്റയർലി ഡിഫറെൻറ്റ് മൂഡ്. പ്രോഗ്രാം സ്റ്റേജിൻ്റെ ഇരുവശത്തായി സ്റ്റാളുകൾ, നല്ല രീതിയിലുള്ള കളക്ഷനുകൾ, അത് ഡ്രസ്സായാലും ഭക്ഷണമായാലും. ഏകദേശം 1 മണിക്കൂർ നീണ്ടു നിന്ന ഉന്തും തള്ളും അതിജീവിച്ചാണ് കാസർഗോഡ് ഫ്ലീയുടെ അകത്തേക്ക് എൻട്രി ലഭിച്ചത്. എല്ലാവരും കാത്തിരിക്കുന്നത് ഹനാൻ ഷായ്ക്ക് വേണ്ടിയാണ്. പക്ഷേ അദ്ദേഹം ഇതുവരെ എത്തിയിട്ടില്ല. 11 hours ഡിലേ ഉണ്ട് എന്നൊക്കെ പറയുന്നുണ്ട് അദ്ദേഹത്തിൻ്റെ ഫ്ലൈറ്റ്. സൗദി അറേബ്യയിലായിരുന്നു ഇന്നലെ. എന്താണ് കാര്യം എന്നറിയില്ല. ഏതായാലും അകത്ത് നല്ലൊരു ക്രൗഡുണ്ട്. അതോടൊപ്പം പാറിക്കളിക്കുന്ന ഒരു ഡ്രോണും കൂടിയുണ്ട്. പവലിയൻ്റെ അകത്ത് ശ്രദ്ധിച്ച ഒരു കാര്യം, ഏകദേശം ഭൂരിപക്ഷം ആൾക്കാരും ചെറുപ്പക്കാരായിരുന്നു. കാണാതായ കുട്ടികൾ, കണ്ടുകിട്ടിയ കുട്ടികളുടെ രക്ഷിതാക്കൾ, ഇവയൊക്കെ അനൗൺസ്മെൻറ്റിൽ നിറഞ്ഞു നിന്നു. അത്യാവശ്യം ഹ്യൂമിഡിറ്റിയും കൂടുതലായിരുന്നു. അതുകൊണ്ട് തന്നെ നല്ല ചൂടുമുണ്ടായിരുന്നു. പവലിയൻ്റെ അകത്തും പുറത്തും ജനക്കൂട്ടം വളരെ കൂടുതലായിരുന്നു. അൺകൺട്രോളബിളായി തോന്നിയിട്ടുണ്ട് പലപ്പോഴും പവലിയൻ്റെ പുറത്ത്. സുഹൃത്തുക്കളെ, ഹനാൻ ഷയെ കാണാൻ പറ്റിയില്ല. വളരെ തിരക്കാണ്.
ചില കാരണത്താൽ ഹനാൻ ഷാ എത്താത്തത് കൊണ്ടാണ്. അതല്ല ക്രൗഡിനെ നിയന്ത്രിക്കാൻ പറ്റാത്ത കാരണമാണോ എന്നറിയില്ല. ഏതായാലും ഹനാൻ ഷായെ കാണാൻ പറ്റിയില്ല. ഓക്കെ, സോ ഇതാണ് ഇന്നത്തെ അവസ്ഥ. കാസർഗോഡ് പ്ലീയുടെ ഒരു ക്ലൈമാക്സ് എന്നുള്ളത് അത്ര പ്രതീക്ഷിച്ചൊരു ക്ലൈമാക്സ് അല്ല എൻ്റെ കാര്യത്തിൽ. ചിലപ്പോൾ ഹനാൻ ഷാ വന്നിരിക്കാം, വരുമായിരിക്കാം. പക്ഷേ അവരെ കാണിക്കാനുള്ള ആ ഒരു പ്രോഗ്രാം കാണിക്കാനുള്ള പോലീസും ആംബുലൻസും ഒക്കെ വളരെ നല്ല രീതിയിൽ തന്നെ ഇവിടെ ഇടപെടുന്നുണ്ട്. ഡോക്ടേഴ്സും പോലീസ് ഓഫീസേഴ്സും SP ഒക്കെയാണ് അനൗൺസ്മെൻറ്റ് നടത്തുന്നത്. സോ ഇതാണ് ചെറിയൊരു ദൃശ്യം, നിങ്ങൾക്ക് കാണാൻ പറ്റും. ക്രൗഡ് എന്നുള്ളത് കാസർഗോഡ് പൊതുവെ ഇതുപോലുള്ള പ്രോഗ്രാംസ് നടക്കാറില്ല. ആർട്ടിസ്റ്റിക്കായിട്ടുള്ള കലാപരമായിട്ടുള്ള സംഗീതം അതുപോലെയുള്ള നടക്കാറുണ്ടെങ്കിലും വളരെ ചെറിയ ഫ്രീക്വൻസിയിലാണ്. അതുകൊണ്ടായിരിക്കാം ക്രൗഡ് അത്രയും അൺകൺട്രോളബിൾ ആയത്. കാസർഗോഡിൽ നിന്നും കാസർഗോഡ് പ്രോഗ്രാമിൽ നിന്നും signing off. See you in the next video.